ഇന്നൊരു ബ്രൈഡൽ ഹെയർ വൈൻ ആണ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി ഞാൻ 0.3 mm സൈസ് വരുന്ന സിൽവർ കളർ ഗിയർ വയർ ആണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി ഹാഫ് കട്ട് ബീഡ്സ് തന്നെയാണ്, സിൽവർ ആണ് ഷെയ്ഡ് വരുന്നത്. അതുപോലെ കുറച്ച് ക്രിസ്റ്റൽ സ്റ്റോൺസും എടുത്തിട്ടുണ്ട്. ഇതൊരു കസ്റ്റമൈസ്ഡ് വർക്കായിരുന്നു. സോ സിൽവറും പ്യുവർ വൈറ്റും കളർ കോമ്പിനേഷൻ ആയിരുന്നു കസ്റ്റമർ റിക്വയർ. സോ ഞാനിവിടെ മാക്സിമം വൈറ്റും സിൽവറും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് എനിക്ക് ഈ ഒരു ലെങ്ത്തിലാണ് ഹെയർ വൈൻ വേണ്ടത്. സോ അതിൻ്റെ ഒരു 2 ഇരട്ടി ഞാൻ അളന്നെടുക്കുന്നുണ്ട്. ഏകദേശം ഇത്രയും വരും. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം, പിന്നെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷെ ഞാനിവിടെ ഹോള് ഇടുന്നില്ല. ഇതുപോലെ നമുക്ക് ഹോളാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൽ പിന്നോ യൂപ്പിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി കുറച്ച് ഹെവി വർക്കാണ്. ഇനി ഇതിൻ്റെ മറ്റേ എൻഡ് ഞാൻ കട്ട് ചെയ്യുന്നില്ല, അത് ആ റോളിൽ തന്നെയാണുള്ളത്. സോ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ലെങ്ത്തിൽ എടുക്കാൻ പറ്റും. അതാണ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി, കട്ട് ചെയ്യാതെ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ആ പോയിന്റിൽ ഇതുപോലൊരു പിരിച്ചൊരു ഹോളാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെടുത്ത സ്റ്റോൺസ് എല്ലാം സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് സ്റ്റോൺസ് ആണ്. സോ പക്ഷേ അത് എല്ലാം പലതും പല സൈസിലുള്ളതാണ്. സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ കുറച്ചധികം വലുപ്പമുള്ള ഹോളാണ് ഇട്ടിരിക്കുന്നത്. അത് ആ ഏറ്റവും വലിയ ക്രിസ്റ്റൽ സ്റ്റോൺസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വരുന്ന സ്റ്റോൺസൊക്കെ ചെറിയ സ്റ്റോൺസാണ് ഞാൻ ഇവിടെ ഇടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി ഹോളാക്കുമ്പോൾ അതനുസരിച്ച് കുറച്ചുകൂടി ചെറുതായിട്ടാണ് എടുക്കുന്നത്. സോ ഫസ്റ്റ് ഒരെണ്ണമാക്കി ഇനി ഇതുപോലെ 3 എണ്ണം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഒരു 2 to 3 ടൈംസ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയും നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഹെയർ വൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 to 3 ടൈംസ് മാത്രം ചുറ്റിയെടുത്തത്. സോ ഇനി ഇതിൻ്റെ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ചെറിയ ഹോൾ ഇട്ടു. അതും ക്രിസ്റ്റൽ സ്റ്റോൺ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതുകൊണ്ടാണ് അതിൻ്റെ ഹോൾ കുറച്ച് വലുതാക്കി ചെയ്തത്. ഇനി അതിനെ വീണ്ടും രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതേ മെത്തേഡ് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ 2 വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഈ സെൻറ്ററിലേക്കായിട്ട് പ്രസ് ചെയ്ത് വെക്കുകയാണ്. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ സെൻറ്ററിലുള്ള കമ്പിയൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും, കുറേ കൂടി തിക്നെസ്സും തോന്നിക്കും. വീണ്ടും അതിനെ കൂട്ടിപ്പിടിച്ച് ചുറ്റിയെടുക്കുകയാണ്. ഇനി ഇതേപോലെ ഒരു കമ്പി കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ ആ സെൻറ്ററിലേക്ക് തന്നെ പ്രസ് ചെയ്ത് വയ്ക്കുകയാണ്. സോ മാക്സിമം സെൻറ്ററിൽ കൂടുതൽ ഈ ബീഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ തിക്നെസ്സും തോന്നിക്കും. സോ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത വർക്ക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. ഫസ്റ്റ് ഒരു വലിയ ഹോള്, ദെൻ സെക്കൻഡ് ബ്രാഞ്ചിൽ വരുമ്പം 3 ഹോൾസ്, തേർഡ് വീണ്ടും 2 ഹോൾസ്. അങ്ങനെ ആദ്യം ചെയ്ത വർക്ക് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ്. അതേപോലെ സെൻറ്ററിലും ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ മിഡിൽ പോർഷനിലേക്ക് വരുന്തോറും 2 ബ്രാഞ്ച് എന്നുള്ളത് 3 ബ്രാഞ്ച്, പിന്നീട് അത് 4 ബ്രാഞ്ച് അങ്ങനെയാണ് വരിക. വീണ്ടും ആ ഒരു എൻഡിലേക്ക് പോകുന്തോറും അത് ബ്രാഞ്ചിൻ്റെ 3, 2, 1 എന്നുള്ള രീതിയിൽ കുറഞ്ഞു വരും. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. സെൻറ്ററിലും നമ്മൾ സ്റ്റോൺ ആഡ് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ആ ഫസ്റ്റത്തെ പ്രൊസീജിയർ അതേപോലെ ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോൺസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം ഈ വലിയ ഹോളുകളിലെല്ലാം ആ ക്രിസ്റ്റൽ സ്റ്റോൺസ്, പിന്നെ ചെറുതിൽ ഹാഫ് കട്ട് ബീഡ്സ് എടുത്തേക്കുന്നത്, അങ്ങനെ മാറി ഓരോ ലെയറിലും ഒട്ടിച്ചു കൊടുക്കണം. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. സെൻറ്റർ പോർഷനിൽ കുറച്ചധികം തിക്നെസ് തോന്നാൻ വേണ്ടിയിട്ട് ആ കമ്പി കാണുന്ന ഭാഗത്തെല്ലാം ഹാഫ് കട്ട് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി തിക്നെസ് തോന്നിക്കും.